ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചു സ്പീച്ച് ജേണി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ ഒരു റീഡിങ്ങുമായിട്ടാണ്. അതായത് ആ വ്യക്തി ആരാണ്, ആ ഒരു വ്യക്തിയുടെ നെഗറ്റീവായിട്ടുള്ള എനർജിയിൽ നിന്ന് നിങ്ങൾ മുക്തരാവുകയാണ്. അപ്പോൾ അത് ആരാണ് ആ വ്യക്തി എന്ന് നമുക്ക് ഈ റീഡിങ്ങിലൂടെ നോക്കാം. ഇവിടെ ഇവരുടെ സ്വഭാവത്തിൽ ഒരു പാറ്റേൺ ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഇവരുടെ ഒരു പാറ്റേൺ ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട്. പല പ്രാവശ്യവും നിങ്ങൾക്ക് ഈ കാര്യം മനസ്സിലായിട്ടുണ്ട്. ഇവർക്ക് ഇതാണ് ഇവരുടെ ആ ഒരു പാറ്റേൺ. കാരണം പല പ്രാവശ്യം ഇവരുടെ ആ ഒരു ഗൂഢാലോചനയിൽ നിങ്ങൾ വീണു പോയിട്ടുണ്ട്. ഇവിടെ ഒരു വ്യക്തിയുടെ സ്വഭാവം അത് അവരുടെ ആ ഒരു മുഖംമൂടി അഴിഞ്ഞു വീഴാൻ അവരെ സഹായിക്കും. അതേപോലെയാണ് ഈ വ്യക്തിയുടെ സ്വഭാവം ഇവരുടെ മുഖംമൂടി അഴിഞ്ഞു വീഴാൻ ഇവരെ സഹായിക്കുന്നു. ഇപ്പോഴാണ് നിങ്ങൾക്ക് ഈ വ്യക്തിയുടെ ആ ഒരു സ്വഭാവം നോട്ടീസ് ചെയ്യാൻ പറ്റിയത്. ഇത് ആ ഒരു വ്യക്തിയാണ് നിങ്ങളെ ഇത്രമാത്രം ദ്രോഹിച്ച് നിങ്ങളെ പലപ്പോഴും പ്ലാനിങ്ങിൽ, അതായത് പല പ്ലാനിങ് ഇവർ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കും. എന്നിട്ട് അതിൽ നിങ്ങൾ വീണു പോകുകയും ചെയ്യും. ആ ഒരു വ്യക്തിയാണിത്. ഇവർ ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് നിങ്ങളെ ദ്രോഹിക്കാൻ വേണ്ടി. ഈ ഒരു വ്യക്തി സംസാരിക്കുന്നത് കുറവും അവലോകനം ചെയ്യുന്നത് കൂടുതലുമായിരിക്കും. ഈ ഒരു വ്യക്തി എപ്പോഴും ഒരു അവസരത്തിന് കാത്തിരിക്കുകയാണ്. കാരണം എപ്പോഴാണ് ഒരു അവസരം ലഭിക്കുക എന്ന് കാത്തിരിക്കുകയാണ് ഈ വ്യക്തി നിങ്ങളെ തകർക്കാൻ വേണ്ടി. ഇവരെപ്പോഴും ഇങ്ങനെയാണ്. അതായത് ഇവർക്കെതിരായിട്ട് ആരും തിരികെ ഒന്നും ചെയ്യാൻ പാടില്ല. ആ രീതിയിലാണ് ഇവർ അവരോട് ഓരോന്ന് ചെയ്യുന്നത്. അതായത് തിരികെ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ തളർത്തി കളയുന്ന രീതിയിലാണ് ഇവർ ഓരോന്ന് ചെയ്യുന്നത്. കാരണം എങ്ങനെയെന്ന് വെച്ചാൽ ഒരു വ്യക്തി അവരുടെ ലൈഫിൽ അത്രയ്ക്ക് ബിസി ആയിട്ടായിരിക്കും ഉള്ളത്. അപ്പോഴാണ് ഈ വ്യക്തി അവർക്കെതിരെ എന്തെങ്കിലും ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് അവരുടെ ലൈഫിൽ ആ ഒരു തിരക്ക് കാരണവും അല്ലെങ്കിൽ അവർക്കിപ്പോൾ ഉണ്ടായ ഒരു മോശം സാഹചര്യവും കാരണം അവർക്ക് തിരികെ ഇവർക്ക് എതിരെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരു അവസ്ഥ ആയിരിക്കും അവർക്ക്. ഇവിടെ ഈ വ്യക്തിയുടെ നെഗറ്റിവിറ്റി നിങ്ങളുടെ മേൽ ഭയങ്കരമായിട്ട് ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. എപ്പോഴും ഒരു അവസരത്തിന് വേണ്ടി ഇവർ കാത്തിരിക്കുകയാണ്. ഇവിടെ ഈ ഒരു വ്യക്തിയുടെ കാര്യം പറയുമ്പോൾ തന്നെ നിങ്ങൾക്കിപ്പോൾ ആ ഒരു വ്യക്തിയുടെ മുഖം മനസ്സിൽ വന്നിട്ടുണ്ടാകും. നിങ്ങൾക്ക് ഒരു പേടിയുണ്ട്. ഈ വ്യക്തിക്ക് മനസ്സിലായിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവരെ മനസ്സിലായി എന്ന് അറിഞ്ഞാൽ പിന്നെ ഈ വ്യക്തി മിണ്ടാതിരിക്കത്തില്ല. കാരണം ഇത്രയും ദിവസം ഇവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരാണ് നിങ്ങൾക്കെതിരെ ഓരോന്ന് രചിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയത്തില്ല എന്നാണ്. പക്ഷേ നിങ്ങൾ അറിഞ്ഞു എന്ന് ഇവർക്ക് മനസ്സിലായ പിന്നെ ഇവർ ഭയങ്കരമായിട്ട് നിങ്ങൾക്കെതിരെ ഓരോ പ്ലാനിങ് ചെയ്യും. ഈ വ്യക്തി അവസരവാദിയായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് സിറ്റുവേഷന് അനുസരിച്ച് ആക്ഷൻ എടുക്കുന്ന ആൾ. അതായത് ഒരു വ്യക്തിയുടെ സിറ്റുവേഷൻ എത്രത്തോളം മോശമായിട്ടുണ്ടോ അവിടെ ഇവർ ആക്ഷൻ എടുത്ത് ആ വ്യക്തിയെ കുറച്ചും കൂടെ തകർക്കാം എന്ന് ചിന്തിക്കുന്ന വ്യക്തിയാണിത്. ഇവിടെ ഭയങ്കരമായിട്ട് ഇവർ നിങ്ങളെ കൺഫ്യൂഷൻ ആക്കുന്നുണ്ട്. അതായത് ഇവർ നിങ്ങളോട് പറയും ഈ വഴിയാണ് പോകുന്നത്, പക്ഷേ ഇവർ പോകുന്നത് വേറെ വഴിയായിരിക്കും. കാരണം ഇവരുടെ വാക്കുകളും ഇവരുടെ ആ ഒരു പ്രവൃത്തിയും ഒരിക്കലും ഒന്നിച്ചല്ല ഉള്ളത്, രണ്ട് വിപരീതമായിട്ടാണ് ഉള്ളത്. ഇവർ പറയുന്നത് കള്ളമാണെന്ന് ഇവരുടെ കണ്ണുകൾ നോക്കുമ്പോൾ അറിയാൻ സാധിക്കും. ഇവിടെ ഈ വ്യക്തി നിങ്ങളോട് കാര്യങ്ങൾ സംസാരിക്കുമായിരിക്കും, പക്ഷെ അതിന് ഇവർക്കൊരു രീതിയുണ്ട്. ആ രീതിയിലായിരിക്കും നിങ്ങളോട് സംസാരിക്കുന്നത്. അതായത് ഐ കോണ്ടാക്റ്റ് കണ്ടിന്യൂട്ട് വച്ച് ഇവർ സംസാരിക്കത്തില്ല. ഇവർ എത്ര തന്നെ മെച്യൂറായിട്ട് പറഞ്ഞാലും എത്ര തന്നെ കള്ളത്തിനെ മറിച്ച് സത്യമാക്കാൻ ശ്രമിച്ചാലും ഇവരുടെ ആ ഒരു കണ്ണ് നോക്കുമ്പോൾ ഇവർ പറയുന്നത് കള്ളമാണ് നമുക്ക് മനസ്സിലാകും. ഇവിടെ ചില സമയം ഇവരുടെ ആ ഒരു പെരുമാറ്റം നിങ്ങൾക്ക് പല പ്രാവശ്യവും ഡൗട്ട് അടിക്കാറുണ്ട്. അതായത് ഈ വ്യക്തി എനിക്കെതിരെ എന്തോ പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നാറുണ്ട്. ഈ വ്യക്തി മനഃപൂർവ്വമായിട്ട് നിങ്ങളുടെ ആ ഒരു ഊർജം ദുരുപയോഗം ചെയ്യാൻ വേണ്ടി മനഃപൂർവ്വം നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിലും ഇവർ നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുന്നു, നിങ്ങളുടെ എനർജിയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു, ഓരോന്ന് പറയുന്നു നിങ്ങളെക്കുറിച്ച് വളരെ മോശമായിട്ട്. അത് നിങ്ങളുടെ എനർജി എങ്ങനെയെങ്കിലും നശിപ്പിക്കണം. അതാണ് ഇവരുടെ ആ ഒരു മെയിൻ ഇത്. ഇവർ നിങ്ങളോട് മിണ്ടാതിരുന്നപ്പോഴാണ് ഇപ്പോൾ ഇങ്ങനെ രീതി ചെയ്യുന്നത്. നിങ്ങളോട് മിണ്ടിക്കൊണ്ടിരുന്നപ്പോൾ എങ്ങനെയെന്ന് വെച്ചാൽ മോശം രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കും. അത് നിങ്ങളുടെ എനർജി ലോ ആവാൻ വേണ്ടി നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചുമ്മാ സംസാരിക്കും. അപ്പോൾ നിങ്ങൾ എങ്ങനെയെങ്കിലും ആ മാറ്ററിൽ നിന്ന് ഇവരെ മാറ്റിക്കൊണ്ടുപോകാൻ ശ്രമിച്ചാലും മനഃപൂർവ്വമായിട്ട് ഇവർ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെ പറയും, ലോ എനർജിയിൽ നിങ്ങൾ പോകാൻ വേണ്ടി. ഇപ്പോൾ നിങ്ങളോട് മിണ്ടാതിരിക്കുമ്പോൾ ഇവർ കാണിക്കുന്ന മനഃപൂർവ്വം നിങ്ങളുടെ കൺമുന്നിൽ വരിക, ഓരോ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പ്രവർത്തികൾ ചെയ്യുക, നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കുക, ഇതും ഇവർ ചെയ്യുന്നു. ഇവർ വളരെ രഹസ്യമായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ആക്ച്വലായിട്ട് പറയുകയാണെങ്കിൽ ഇവരുടെ മനസ്സിൽ ദേഷ്യം, അതായത് നിങ്ങളോട് എങ്ങനെയെങ്കിലും പക വീട്ടണം, ആ ഭാവമാണുള്ളത്.
ഇവർ ഇവരുടെ ആ ഒരു കർമ്മം കാരണം എന്തോ ഇവർക്ക് നഷ്ടപ്പെട്ടതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷെ ആ ഒരു നഷ്ടപ്പെട്ടതിൻ്റെ ബ്ലെയിം നിങ്ങളുടെ മേലാണ് ഇവർ വയ്ക്കുന്നത്. ഒരു സമയം നിങ്ങളോട് ഇവർ ഭയങ്കരമായിട്ട് സംസാരിച്ചിട്ടുണ്ടാകും. പക്ഷേ അപ്പോഴൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുമായിരുന്നു നിങ്ങളുടെ ചിന്തകൾ ഇവരുടെ ചിന്തകളുമായിട്ട് ഒട്ടും തന്നെ ചേരുന്നില്ല. അപ്പോൾ നിങ്ങൾ ഇവരുമായിട്ടൊരു ഡിസ്റ്റൻസ് വച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നിങ്ങളുടെ ആ ഒരു സ്റ്റാറ്റസ് നോക്കണമെങ്കിൽ പൈസയുടെ സ്റ്റാറ്റസ് അല്ല ഞാൻ പറയുന്നത്. നിങ്ങളുടെ ആ ഒരു പെരുമാറ്റ രീതി, ആൾക്കാരോട് സംസാരിക്കുന്ന രീതി, ഇതെല്ലാം അത് ഒരു പടി മുകളിലാണ് ഇവരുമായിട്ട് നിങ്ങൾ. അപ്പോൾ അതൊന്നും ഇവർക്ക് ഇഷ്ടമല്ല. അതായത് ഇവർ ചിന്തിക്കുന്നത് ആൾക്കാർ എന്തിന് നിങ്ങളെ കുറിച്ച് നല്ലത് പറയുന്നു, എന്തിന് നിങ്ങൾ എപ്പോഴും പുകഴ്ത്തി പറയുന്നു, അതിവർക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. നമുക്ക് ചില വ്യക്തികളുടെ പെരുമാറ്റം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അവരെ പോലെ ആവാൻ നമ്മളും ശ്രമിക്കും. എന്ത് നല്ല രീതിയിലാണ് പെരുമാറുന്നത് അവർ എന്ന് നമുക്ക് പെട്ടെന്ന് തോന്നും. അപ്പോൾ നമ്മൾ അവരെ കുറിച്ച് പുകഴ്ത്തി പറയും. ഇത് ഇവർ കേൾക്കുമ്പോൾ ഇവർക്ക് ഇഷ്ടപ്പെടത്തില്ല. ഇവർ ചിന്തിക്കുന്നത് എന്തിനാണ് നിങ്ങളെ പുകഴ്ത്തി പറയുന്നത് എന്നാണ്. ഇവർക്ക് നിങ്ങളെപ്പോലെ ആവാൻ ഒരിക്കലും സാധിക്കത്തില്ല. ഈ വ്യക്തിക്ക് നിങ്ങളുടെ പെരുമാറ്റം ഇഷ്ടം വരാതെ വരുമ്പോൾ നിങ്ങളെക്കുറിച്ച് വളരെ മോശമായിട്ട് മറ്റുള്ളവരോട് പറയുന്നു. നിങ്ങളുടെ വീട്ടുകാരെക്കുറിച്ചും വളരെ മോശമായിട്ട് ഈ വ്യക്തി പറയുന്നു. ഇത് നിങ്ങളുടെ അടുത്ത് താമസിക്കുന്നവരായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇല്ല എങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങളുടെ അകന്ന ബന്ധത്തിലുള്ള ആളായിരിക്കാം. ഇവിടെ ഇവർ ആഗ്രഹിക്കുന്നത് ഒരു വ്യക്തിയും നിങ്ങളെ കുറിച്ച് നല്ലത് പറയരുത് എന്നാണ്. ഇവിടെ നിങ്ങളുടെ ചുറ്റിലുമുള്ള ആൾക്കാർ എപ്പോഴും ഒരു ടീമായിട്ടാണ് നിങ്ങൾക്ക് വിരുദ്ധമാകുന്നത്. അതായത് ആദ്യം ഒരാൾ നിങ്ങൾക്ക് വിരുദ്ധമാവും, പിന്നെ 1, 2, 3 ആൾക്കാർ നിങ്ങൾക്ക് വിരുദ്ധമാവും. അങ്ങനെ ഒരു ടീമായിട്ടാണ് വിരുദ്ധമാകുന്നത്. അതിൻ്റെ കാരണം ഈ ഒരു വ്യക്തിയാണ്. ഈ വ്യക്തിയാണ് നിങ്ങൾക്കെതിരെ വളരെ മോശമായിട്ട് പുറത്ത് പറയുന്നത്. അപ്പോൾ നിങ്ങൾ വീട് മാറിയിട്ട് പോലും അവിടെയും ഇതേ സെയിം സിറ്റുവേഷനാണ് നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ഈ വ്യക്തി തന്നെയാണ് എൻ്റെ എല്ലാ വിഷമത്തിനും കാരണമെന്ന്. അപ്പോൾ ഒരു ടീമായിട്ട് നിന്നാണ് നിങ്ങൾക്കെതിരെ പല കാര്യങ്ങളും ഇവർ പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ നിങ്ങൾ അതിനൊന്നും റിപ്ലൈ കൊടുത്തില്ല. ഇവിടെ നിങ്ങൾ ഒരു പരിധിക്ക് പുറത്താവുമ്പോഴായിരുന്നു ഇവർക്ക് റിപ്ലൈ കൊടുത്തുകൊണ്ടിരുന്നത്. അതുവരെ നിങ്ങൾ ക്ഷമിച്ചുകൊണ്ടിരുന്നു. പക്ഷേ നിങ്ങളെ എങ്ങനെ വേദനിപ്പിക്കാം അത് ഒരു അവസരം തേടിയാണ് ഈ വ്യക്തി നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവരുടെ അതേ സെയിം കർമ്മ തന്നെ ഇവർക്ക് റിട്ടേൺ ആവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ വ്യക്തി നിങ്ങളുടെ നേരെ ബ്ലാക്ക് മാജിക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുകൂടാതെ നിങ്ങളെ മെൻ്റലി ഇമോഷണലി ഭയങ്കരമായിട്ട് തകർക്കാൻ ശ്രമിച്ചു ഇവർ. ഇവിടെ ഇവർ ആഗ്രഹിച്ച നിങ്ങളുടെ ലൈഫിൽ ഒരിക്കലും ഒരു ശുഭകാര്യവും നടക്കാൻ പാടില്ല എന്നായിരുന്നു. നിങ്ങളുടെ ലൈഫ് എപ്പോഴും സ്റ്റക്കായിട്ടിരിക്കണം, ഇതാണ് ഇവർ ആഗ്രഹിച്ചത്. അതായത് ഒരു വ്യക്തിയുടെ ലൈഫ് ഇങ്ങനെ ആവണം, ഒരിക്കലും അങ്ങോട്ടും പോകാൻ പാടില്ല ഇങ്ങോട്ടും പോകില്ല, സ്റ്റക്കായിട്ടിരിക്കണം, അതാണ് ഇവർ ആഗ്രഹിച്ചത്. പക്ഷെ ഇങ്ങനൊരു സ്വഭാവം ഇവർ വച്ചിട്ട് പോലും നിങ്ങൾക്ക് ശരിയേത് തെറ്റേതെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. കാരണം നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലായത് കൊണ്ടാണ് ഇവരുടെ പല പ്ലാനിങ്ങും വിഫലമായത്. കാരണം നിങ്ങളുടെ ആരോഗ്യത്തിൽ പോലും മോശം വരുത്താൻ ഇവർ ശ്രമിച്ചു. ഹെൽത്ത് ഇഷ്യൂ ഉണ്ടാക്കുക, അതുവരെ ഇവർ ശ്രമിച്ചതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഒരു പ്രാവശ്യം നിങ്ങളുടെ ആരോഗ്യം വളരെ മോശമായ അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട്. ഈ ഒരു വ്യക്തിയാണ് അതിന് കാരണം. ആ ഒരു സമയം ഈശ്വരൻ മാത്രമാണ് നിങ്ങളെ രക്ഷിച്ചത്. മിറാക്കിൾ സംഭവിച്ചത് അപ്പോഴാണ്. സമയം നിങ്ങൾക്ക് എത്ര മരുന്ന് കഴിച്ചാലും അത് നിങ്ങളുടെ ശരീരത്തിൽ എഫക്റ്റ് ചെയ്യത്തില്ലായിരുന്നു. പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എല്ലാ മരുന്നും നിങ്ങൾക്ക് എഫക്റ്റ് ചെയ്യാൻ തുടങ്ങി. അത് എഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഇവർ ഒരു ബ്ലാക്ക് മാജിക് ചെയ്തതാണ്. കാരണം ആ ഒരു അത്ഭുതം ദൈവം ഉള്ളതുകൊണ്ട് മാത്രമാണ് നടന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ആ മിറാക്കിൾ. കാരണം അത്രമാത്രം നിങ്ങൾ ഗുളിക കഴിക്കൂ, ഒന്നും നിങ്ങളുടെ അസുഖം മാറ്റുന്നില്ല. വീണ്ടും വീണ്ടും അസുഖം മോശമാകുന്നതല്ലാതെ നേരെയാവുന്നില്ല. പെട്ടെന്ന് ഒരു അത്ഭുതം സംഭവിച്ചാണ് ആ ഒരു ഗുളികകൾ പിന്നെ നിങ്ങൾക്ക് ശരീരത്തിൽ എഫക്റ്റ് ചെയ്യാൻ തുടങ്ങിയത്. ഇവിടെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഡൗട്ടുണ്ടായിരുന്നു ഈ വ്യക്തി നിങ്ങളുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ എന്തോ ചെയ്തിട്ടുണ്ട് എന്ന്. അത് മറികടന്നപ്പോഴാണ് നിങ്ങൾക്കിങ്ങനെ സംഭവിച്ചത് എന്ന് നിങ്ങൾക്ക് തോന്നി. ഇല്ല എങ്കിൽ നിങ്ങൾ സ്വയം നിങ്ങളുടെ കണ്ണാൽ ഈ വ്യക്തി നിങ്ങൾക്കെതിരെ മോശം ചെയ്യുന്നത് എന്തോ കണ്ടിട്ടുണ്ട്. ഇവിടെ എന്തായാലും ഈ വ്യക്തി ആരാന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട്. ഇവർ ഭയങ്കരമായിട്ട് തന്ത്രവിദ്യകൾ ചെയ്യുന്ന വ്യക്തിയാണ്. ഇവിടെ സൂര്യഗ്രഹണം അല്ലെങ്കിൽ ചന്ദ്രഗ്രഹണം ഈ ഒരു സമയത്ത് ഇവർ ഭയങ്കരമായിട്ട് എവിടെയെങ്കിലും പുറത്ത് പോയിട്ടൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ സമയത്തല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പവർ കൂടിയ സമയം. പിന്നെ അമാവാസി ആ ഒരു സമയം ഇവർ തിരഞ്ഞെടുക്കും. ഇവിടെ ഹസ്ബൻഡും വൈഫും ചേർന്നാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം 2 വ്യക്തികൾ ചേർന്നാണ് നിങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നത്, ഹസ്ബൻഡും വൈഫും.
ഇവിടെ എന്തായാലും 2 വ്യക്തികൾ ചേർന്നാണ് നിങ്ങൾക്കെതിരെ ഈ ഒരു കാര്യങ്ങൾ ചെയ്യുന്നത്. ഇവരുടെ കർമ്മ ഇവർക്ക് തന്നെ മോശമാകുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇവരുടെ കർമ്മ ഇവരെ വളരെ മോശം അവസ്ഥയിൽ കൊണ്ടുപോയപ്പോൾ അതിൻ്റെ ബ്ലെയിമും നിങ്ങളുടെ മേലാണ് ഇവർ വയ്ക്കുന്നത്. ഇവിടെ നിങ്ങളുടെ മുന്നിൽ ഇവർ ഒരു കുഴപ്പമില്ല, ന്യൂട്രലായിട്ടാണ് കാണിക്കുന്നത് ഇവർ. പക്ഷേ ഉള്ളിൽ ഭയങ്കരമായിട്ട് ഒരു നഷ്ടമുള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇനി ഈ വ്യക്തി എന്തെങ്കിലും കാരണം പറഞ്ഞ് നിങ്ങളോട് സംസാരിക്കാൻ വരികയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇവരോട് സംസാരിക്കരുത്. ഇവിടെ ഈ വ്യക്തിയോട് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഡൗട്ടുണ്ട്. ഈ വ്യക്തി പല കാര്യങ്ങളും നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾക്ക് അടുത്ത് എന്ത് നഷ്ടപ്പെടുത്താം എന്നുള്ള ചിന്തയിലാണ് ഇവർ വീണ്ടും നിങ്ങളോട് സംസാരിക്കാൻ വരുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഇവരോട് നിങ്ങൾ സംസാരിക്കരുത്. ഇവിടെ പുറമേ ഇവർ നിങ്ങളോട് കാണിക്കുന്നത് ഇവർക്ക് നിങ്ങളോട് ഒരു ദേഷ്യമോ ഒന്നുമില്ല എന്നാണ്. പക്ഷേ ഉള്ളിൽ ദേഷ്യം വച്ചിട്ടായിരിക്കും ഇവർ വീണ്ടും നിങ്ങളോട് മിണ്ടാൻ വരുന്നത്. ഇല്ലെങ്കിൽ ഇവർ എന്തെങ്കിലും തെറ്റ് നിങ്ങളോട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്നുള്ള രീതിയിൽ നിങ്ങളോട് സംസാരിക്കും. ഇവിടെ എന്ത് ഇവർ പറഞ്ഞാലും അത് ഫോർമാലിറ്റിക്ക് വേണ്ടി മാത്രമാണ്, അല്ലാതെ ഉള്ളിയും തട്ടി വരുന്ന വാക്കുകളല്ല. അത് നിങ്ങൾ വിശ്വസിക്കുക. അതുകൊണ്ട് ഇവർ സംസാരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഇവരോട് ഒരു രീതിയിലുള്ള ബന്ധവും വയ്ക്കാതിരിക്കാൻ ശ്രമിക്കുക. ഇവിടെ ഇവരുടെ മനസ്സിൽ എന്തുണ്ടെങ്കിലും അതിനെ കണ്ടുപിടിക്കുക എന്നുള്ളത് കുറച്ച് കഷ്ടമുള്ള കാര്യമാണ്. കാരണം അത്രമാത്രം രഹസ്യമായിട്ടുള്ള ഒരു വ്യക്തിയാണിത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവരോട് അധികം ഒന്നും സംസാരിക്കാൻ പോകണ്ട എന്ന്. ഇവിടെ ഇപ്പോൾ ഈ വ്യക്തിയുടെ ഓർമ്മ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ വിചാരിച്ചോളൂ ഈ വ്യക്തി തന്നെയാണ് അതെന്ന്. ഇവിടെ കുറച്ചൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഒരു വ്യക്തിയെ പുറമെ എത്ര നല്ലതാണെന്ന് നിങ്ങളോട് സംസാരിച്ചാലും നിങ്ങൾ അത് വിശ്വസിക്കരുത്. അത് എല്ലാവർക്കും അറിയാം, ഒരു കർമ്മ എന്ന് പറയുന്നത് അത് എപ്പോഴായാലും ഉണ്ടാവുക തന്നെ ചെയ്യും. പക്ഷേ എന്നിട്ടും വീണ്ടും മോശകർമ്മം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതായത് എത്ര തന്നെ കർമ്മ റിട്ടേൺ ആയാലും കുഴപ്പമില്ല, ഞാൻ എൻ്റെ ലൈഫിൽ മോശം കർമ്മം ചെയ്തുകൊണ്ടേ ഇരിക്കും, അങ്ങനൊരു ടൈപ്പ്. ഇവിടെ ഇവർ വീണ്ടും നിങ്ങൾക്കെതിരെ നെഗറ്റിവിറ്റിയും ബ്ലാക്ക് മാജിക്കും തന്ത്രവിദ്യ എല്ലാം ചെയ്യുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷേ അതിലൊന്നും ഒരു ഫലവും ഉണ്ടാവത്തില്ല. കാരണം എല്ലാ നെഗറ്റിവിറ്റിയിൽ നിന്നും തന്ത്രവിദ്യയിൽ നിന്നും നിങ്ങൾക്ക് രക്ഷയുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ നിങ്ങൾക്കുണ്ട്. ഇവിടെ ഈ ഒരു വ്യക്തി എങ്ങനെയാണ് നിങ്ങളിൽ ദൂരെ പോകുന്നത് എന്ന് നിങ്ങൾ നോക്കൂ. കാരണം ഇവരുടെ ലൈഫിൽ അങ്ങനെ എന്തോ വലിയ കാര്യം സംഭവിക്കും, അതായത് മോശം കാര്യം അത് സംഭവിക്കുന്നതിലൂടെ ഇവർ നിങ്ങളിൽ ദൂരെ പോകുന്നതാണ്. ഇവിടെ ഇവരുടെ ലൈഫിൽ ഇങ്ങനെ സംഭവിക്കുക. അങ്ങനെ ഇവർ ഇപ്പോൾ എവിടെയാണോ താമസിക്കുന്നത് അവിടെ നിന്ന് ഇവർക്ക് മാറിപ്പോകേണ്ട ആ ഒരു അവസ്ഥ വരും എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവർ ജോബുള്ള ആളാണെങ്കിൽ ഇവർക്ക് ഷിഫ്റ്റ് ഉണ്ടാകും, അതായത് ട്രാൻസ്ഫർ ഉണ്ടാകും. ഇനി ഇവർക്ക് ജോബ് ഉള്ളവരാണ് എങ്കിൽ ഇവർ ആ ജോബിൽ നിന്ന് മാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. വേറെ ഏതെങ്കിലും ജോബ് നോക്കാം എന്നുള്ള രീതിയിൽ, അതായത് അവരുടെ ലൈഫിൽ തന്നെ ഒരു ബാക്ക് സ്റ്റെപ്പ് ഇവർ എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇങ്ങനെ ബാക്ക് സ്റ്റെപ്പ് എടുത്ത് ഇവർക്ക് പുതിയ എന്തെങ്കിലും ജോലി ലഭിക്കുക. ആ ജോലിയിൽ ഇവർ ഇത്രമാത്രം ബിസിയാവും, നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ പോലും ഇവർക്ക് സമയം കിട്ടത്തില്ല. അപ്പോൾ ഇനി ഒരിക്കലും നിങ്ങൾ ഇവരെ വിശ്വസിക്കരുത്. കാരണം നിങ്ങളുടെ ബന്ധങ്ങളിൽ, നിങ്ങളുടെ ആരോഗ്യത്തിൽ, നിങ്ങളുടെ ക്യാഷിൽ, നിങ്ങളുടെ വരുമാന സ്രോതസ്സ് എല്ലാത്തിലും ഇവർ ഒരു തന്ത്രവിദ്യ ചെയ്തതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളിപ്പോൾ നല്ല രീതിയിൽ ജീവിക്കുന്നു, നിങ്ങൾക്ക് ക്യാഷിൻ്റെ ആ ഒരു സ്രോതസ് ഉണ്ട് എങ്കിൽ അതിൻ്റെ കാര്യം ഇവർക്ക് ചെറിയ രീതിയിൽ മനസ്സിലായിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടിയാണ് ഇവർ ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുന്നത്. അതായത് ഒരു അവസരം കിട്ടിയാൽ വീണ്ടും നിങ്ങളെ തകർക്കാം എന്നുള്ള രീതിയിൽ. കാരണം ആരോ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ഇവരോട് പറഞ്ഞു, നിങ്ങളിപ്പോൾ ക്യാഷ് റിലേറ്റഡ് ആയിട്ട് ഒരു ബാലൻസ് ആണ് ജീവിക്കുന്നത് എന്ന്. അപ്പോൾ അതെങ്ങനെ തകർക്കാമെന്നാണ് ഇവർ ആലോചിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെയാണോ നിങ്ങൾ സംസാരിക്കുന്നത് അതുപോലും ഇവരുടെ ചെവിയിൽ എത്തുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള വ്യക്തി ആയിരിക്കാം നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെയാണോ സംസാരിക്കുന്നത് അത് കേട്ടിട്ട് ഇവരോട് പറയുന്നതാണോ എന്നറിയത്തില്ല. അപ്പോൾ നിങ്ങളൊട്ടും പേടിക്കേണ്ട ആവശ്യമല്ല. ഇനി ഇവർക്ക് വിചാരിച്ചാൽ പോലും നിങ്ങളുടെ ലൈഫിൽ എന്താണ് സംഭവിക്കുന്നത് നോക്കാൻ സമയം കിട്ടില്ല. അത്രത്തോളം ഇവർ ബിസി ആകുന്നതാണ് ഇവരുടെ ലൈഫിൽ. ഇവിടെ എന്തായാലും നിങ്ങൾ ഒന്ന് സാവധാനമായിട്ടിരിക്കുക വ്യക്തി റിലേറ്റഡ് ആയിട്ട്. കാരണം എപ്പോഴും ഇവരുടെ ലൈഫിൽ മോശം സാഹചര്യം ആയിരിക്കത്തില്ല, എപ്പോഴെങ്കിലും നല്ല സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ഇവർ നിങ്ങളെ തകർക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാക്കും. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറഞ്ഞത്. ഇവിടെ ഇവർ ഇനി എന്ത് തന്നെ ചെയ്താലും ഇവരുടെ ഈ ഒരു എനർജിയിൽ നിന്ന് നിങ്ങൾക്കൊരു മോചനം ഉറപ്പായിട്ടും ഉണ്ടാവുക തന്നെ ചെയ്യും.
ഇവിടെ ഇവർ വലിയ ഒരു തെറ്റിദ്ധാരണയിലാണ് ജീവിക്കുന്നത്. അതായത് വീണ്ടും ഇവർക്ക് സമയം കിട്ടും നിങ്ങളെ തകർക്കാൻ എന്നുള്ള ആ ഒരു ഇതിലാണ് ഇവർ ജീവിക്കുന്നത്. ഇവിടെ ഒരിക്കലും സമയം ഇനി ഇവർക്കൊരു അവസരം കൊടുക്കത്തില്ല എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ മുന്നേ നിങ്ങൾക്ക് ക്യാഷ് റിലേറ്റഡ് ആയിട്ട് സഹായം ഇവരുടെ ഭാഗത്തുനിന്ന് കിട്ടിയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങൾ പുറത്ത് പോയി നിങ്ങൾക്ക് സാധനം വാങ്ങിക്കണം, അപ്പോൾ അവിടെ പൈസയുടെ ബുദ്ധിമുട്ട് നിങ്ങൾക്കുണ്ട്. അപ്പോൾ ഈ വ്യക്തി നിങ്ങൾക്ക് പൈസ തന്ന് സഹായിച്ചിട്ടുണ്ടാകും. ഇല്ല എങ്കിൽ പേഴ്സ് എടുക്കാൻ നിങ്ങൾ മറന്നുപോയി, അപ്പോൾ ഈ വ്യക്തി നിങ്ങളെ സഹായിച്ചിട്ടുണ്ടാകും. ഇല്ല എങ്കിൽ നിങ്ങൾക്ക് പൈസ ഇല്ലാത്ത ഒരു സമയം ഉണ്ടായിരുന്നു കാണാം, ആ സമയം ഇവർ നിങ്ങൾക്ക് ക്യാഷ് തന്ന് സഹായിച്ചിട്ടുണ്ടാകും. ഇവിടെ ഇവരുടെ ആ ഒരു ചിന്തയിൽ എപ്പോഴും ഈ ഒരു കാര്യമാണ് വന്നുകൊണ്ടിരിക്കുന്നത്, ഞാൻ ക്യാഷ് റിലേറ്റഡ് ആയിട്ട് എന്തുമാത്രം സഹായം ഇവരെയൊക്കെ ചെയ്തു എന്ന്. ചിലപ്പോൾ നിങ്ങൾ ഇവരുടെ ക്യാഷ് റിട്ടേൺ കൊടുത്തിട്ടുണ്ടാകും, പക്ഷേ എന്നാലും ആ ഒരു കാര്യം ഇവർക്ക് മറക്കാൻ സാധിക്കുന്നില്ല. ഇവരുടെ ആ ഒരു കൈകൾ ചിലപ്പോൾ വളരെ ഹാർഡായിട്ടുള്ള കൈകളായിരിക്കാം. ഇവിടെ എന്തായാലും ഹസ്ബൻഡോ വൈഫോ അല്ലെങ്കിൽ രണ്ട് വ്യക്തികൾ ആരാണോ അവർ നിങ്ങൾക്കെതിരെ തന്ത്രവിദ്യകൾ ചെയ്യുന്നുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ ഹസ്ബൻഡിൻ്റെ കൈകളായിരിക്കും കൂടുതലായിട്ട് ഹാർഡായിട്ടുള്ളത്, കാരണം ആണുങ്ങളുടെ കൈ ഇച്ചിരി ഹാർഡല്ലേ. ഇവിടെ ഇവർക്ക് നല്ല പൊക്കമുണ്ട്, പക്ഷേ ഇവരുടെ കൈകളുടെ ആ ഒരു വിരലുകൾ വളരെ ചെറുതായിരിക്കും. ഇവിടെ എന്തായാലും ഈ വ്യക്തിയിൽ നിന്ന് ഒരു മോചനം നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഉണ്ടാവുക തന്നെ ചെയ്യും. ഇനി ഇവർക്ക് ഒരിക്കലും നിങ്ങളുടെ ലൈഫിൽ ഒരു തെറ്റും ചെയ്യാൻ സാധിക്കത്തില്ല. ഇവിടെ 80% ഇപ്പോൾ ഇവരുടെ ലൈഫിലോട്ടാണ് ഇവർ കണ്ണു വച്ചേക്കുന്നത്, പക്ഷെ ബാക്കി 20% നിങ്ങളുടെ ജീവിതത്തിലോട്ടാണ് വച്ചേക്കുന്നത്. അതായത് ഒരു അവസരം കിട്ടി നീ കൊള്ളാമായിരുന്നു എന്നുള്ള രീതിയിൽ. ഇവിടെ നിങ്ങളും ഇവരും തമ്മിൽ വലിയൊരു വഴക്കുണ്ടായിട്ടുണ്ട്, വലിയ രീതിയിൽ സംസാരം നിങ്ങളും ഇവരും തമ്മിൽ ഉണ്ടായിട്ടുള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ആ ഒരു സ്വഭാവം നോക്കുകയാണെങ്കിൽ ആരെങ്കിലും നിങ്ങളുടെ സ്വഭാവത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചോ വളരെ മോശം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് സഹിക്കത്തില്ല, പെട്ടെന്ന് ദേഷ്യം വരും. ഈ ഒരു കാര്യം ഇവർ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് ഇവർ എപ്പോഴും നിങ്ങളെ ലോ എനർജിയിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. നിങ്ങളെക്കുറിച്ച് വളരെ മോശമായിട്ട് നിങ്ങളോട് തന്നെ പറയുക, അപ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വരിക. ഇവിടെ എപ്പോഴും നിങ്ങൾ വിചാരിക്കുന്ന ഒരു വ്യക്തി എങ്ങനെ ആയിക്കൊള്ളട്ടെ, പക്ഷെ അവർക്കൊരു ലിമിറ്റുണ്ട്. ആ ലിമിറ്റ് ഒരിക്കലും ക്രോസ് ചെയ്യാൻ പാടില്ല. ലിമിറ്റിൽ വെച്ച് തന്നെ സംസാരിക്കണം, അപ്പോൾ ലിമിറ്റ് ക്രോസ് ചെയ്തൊന്നും സംസാരിക്കാൻ പാടില്ല. അങ്ങനെയാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ആരെങ്കിലും ഇഷ്ടമുള്ള വ്യക്തികൾ ഉണ്ടായിരിക്കും, അവരെക്കുറിച്ച് എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ വ്യക്തി മനഃപൂർവ്വമായിട്ട് ആ വ്യക്തിയെക്കുറിച്ച് തന്നെ പറയും. ഇവിടെ ഈ ഒരു രീതിയിലുള്ള സംസാരം ഇവർ മുന്നേ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഇവർ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇവിടെ വളരെ മോശം രീതിയിലുള്ള അപവാദങ്ങൾ, മോശം വാക്കുകൾ നിങ്ങളെക്കുറിച്ച് ഇവർ പറഞ്ഞിട്ടുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരെക്കുറിച്ച് ആരെങ്കിലും മോശം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും സഹിക്കാൻ പറ്റത്തില്ല. അതുവരെ നിങ്ങൾ സഹിക്കുമായിരിക്കും, പക്ഷേ ഏത് കാര്യം വരുമ്പോൾ നിങ്ങൾ ഒട്ടും സഹിക്കത്തില്ല. അപ്പോൾ പ്രതികരിക്കും. ഒരു ലിമിറ്റ് നമുക്കുണ്ടല്ലോ, അത് ക്രോസ് ആകുമ്പോൾ നമ്മൾ ഉറപ്പായിട്ടും പ്രതികരിക്കും. ഇവിടെ ദേഷ്യം വരുമ്പോൾ ഇവർ വളരെ മോശം രീതിയിലാണ് സംസാരിക്കുന്നത് നിങ്ങളോട്. അപ്പോൾ വളരെ മോശം വാക്കുകളാണ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ നിങ്ങൾ പറയുന്ന ദൈവത്തിനോട്, ദൈവത്തിനറിയാം ആരുടെ ഭാഗത്താണ് തെറ്റ് എന്ന്, അപ്പോൾ അങ്ങ് തന്നെ ന്യായം പ്രവർത്തിക്കണം എന്ന് ദൈവത്തിന് വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളപ്പോൾ നിങ്ങൾ എന്താണ് എന്ന് നിങ്ങൾക്കറിയാം, പക്ഷെ വളരെ മോശം രീതിയിലാണ് ഇവർ നിങ്ങളോട് പറയുന്നത് ഓരോന്ന്. അപ്പോൾ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല അത്. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ റെസ്പെക്റ്റ് വളരെ മഹത്വപൂർണ്ണമായിട്ടുള്ള കാര്യമാണ്. ആരെങ്കിലും നിങ്ങളോട് റെസ്പെക്റ്റ് ഇല്ലാതെ സംസാരിച്ചാൽ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ കരഞ്ഞുകൊണ്ട് ഈശോയോടാണ് അതെല്ലാം സമർപ്പിക്കുന്നത്. ഈ വ്യക്തി വളരെയധികം മോശമായിട്ടുള്ള ചില സ്വഭാവത്തിൻ്റെ ഉടമയാണ്. അതായത് മദ്യപിക്കുക, സ്മോക്ക് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള സ്വഭാവമുണ്ട് ഇവർക്ക്. ഇവിടെ ഇവർ കാശ് തെറ്റായ കാര്യങ്ങൾക്കാണ് കൂടുതലായിട്ടും വിനിയോഗിക്കുന്നത്, നല്ല കാര്യങ്ങൾക്ക് വിനിയോഗിക്കുന്നില്ല. അതായത് ഒരു കാര്യം ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പൈസ ചിലവാക്കുന്നു, ആവശ്യമുള്ള കാര്യത്തിന് പൈസ ചിലവാക്കുന്നില്ല. ഇവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം പുറത്തുള്ള ആഹാരത്തിനായിരിക്കും, അല്ല വീട്ടിലുണ്ടാക്കുന്ന ആഹാരം ഇവർക്ക് ഒട്ടും തന്നെ ഇഷ്ടമില്ലായിരിക്കും. പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ആഹാരമായിരിക്കും ഇവർ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത്. ഇല്ലെങ്കിൽ ജങ്ക് ഫുഡ്, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും കൂടുതലായിട്ട് ഇഷ്ടം. ഇവിടെ ഇവരുടെ ഈ ഒരു സ്വഭാവം എന്തായാലും നല്ല ഒരു സ്വഭാവമായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നില്ല. അതായത് ഡ്രിങ്ക്, സ്മോക്കിങ്, ജങ്ക് ഫുഡ് കഴിക്കുക, ഇതൊന്നും നല്ല സ്വഭാവമല്ല. ആവശ്യമില്ലാത്ത കാര്യത്തിന് പൈസ ചിലവാക്കുക, അതൊക്കെ ഇവരുടെ ഈ ഒരു സ്വഭാവം കാരണം ഇവരുടെ ഹെൽത്ത് വളരെ മോശമാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇതൊരു ഡെവിൾ എനർജി ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കാരണം ഇവരോട് നിങ്ങൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇവർ കൂടുതലായിട്ട് പറയുന്നത്. നെഗറ്റീവ് തോട്ടാണ് ഇവർക്ക്
എപ്പോഴും ഉണ്ടാകുന്നത്. ഇവരുടെ കൂടെ നിങ്ങൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ ബുദ്ധിപരമായിട്ടുള്ള പല കാര്യങ്ങളും അതൊന്നും പുറത്തു വരത്തില്ല. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം പുറത്തു വരും. അതായത് 4 പേർ ഇരുന്ന് 4 പേരുടെ മോശം പറയുന്നില്ലേ, അതേ സ്വഭാവമാണ് ഇവരുടേത്. അതായത് മറ്റുള്ളവരുടെ മോശം പറയാൻ ഒരു PhD എടുത്തവരാണ് ഇവർ എന്നാണ് കാണാൻ സാധിക്കുന്നത്. മോശ സ്വഭാവം ഇവരുടെ കൂടപ്പിറപ്പാണ്. ഒന്നിന് പിറകെ ഒന്നായിട്ടുള്ള മോശ സ്വഭാവമാണ് ഇവർക്കുള്ളത്. ഇവിടെ മെയിൽ പേഴ്സണാണ് ഇവരെങ്കിൽ കുറച്ച് മുടി നീട്ടി വളർത്തുന്ന സ്വഭാവം ഇവർക്കുണ്ട്. ഇവിടെ സ്വഭാവം മാത്രമല്ല പ്രവൃത്തിയും ഇതേപോലെയാണ് മോശം. ഇവിടെ നിങ്ങൾ എവിടെ ഇരുന്നാലും നിങ്ങളെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുക, അതാണ് ഇവരുടെ മെയിൻ ജോലി. ഇവിടെ നിങ്ങളെക്കുറിച്ച് അറിയാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ തോട്ട്സ് ഇവരുടെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുക. അതുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ, നിങ്ങൾ എങ്ങനെയാണ്, അതെല്ലാം അറിയാൻ എങ്ങനെയെങ്കിലും ഇവർ ശ്രമിക്കും. ഇവിടെ എന്തായാലും ഈ ഒരു നെഗറ്റീവ് എനർജിയിൽ നിന്ന് നിങ്ങൾക്ക് മുക്തി ഉറപ്പായിട്ടും കിട്ടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവരുടെ കയ്യിൽ പാവമാക്കിയാണ് നിങ്ങളെ മാറ്റി വച്ചിരുന്നത് ഇവർ. പക്ഷേ ഇനി അത് നടക്കത്തില്ല. കാരണം ഇവരിൽ നിന്നൊരു മോചനം നിങ്ങൾക്കുണ്ട്. അതായത് ഇവർക്ക് എപ്പോഴാണോ മനസ്സ് തോന്നുന്നത് അപ്പോൾ നിങ്ങളെ കരയിപ്പിക്കുക, എപ്പോഴാണോ മനസ്സ് തോന്നുന്നത് അപ്പോൾ നിങ്ങളെ ചിരിപ്പിക്കുക. അങ്ങനെ ഒരു പാവയെ പോലെയാണ് നിങ്ങളെ ഇവർ വച്ചിരുന്നത്. കാരണം നിങ്ങളുടെ ആ ഒരു കുറവുകൾ എന്തെന്ന് ഇവർക്കറിയാം. അതനുസരിച്ചാണ് ഓരോ കാര്യങ്ങൾ ഇവർ ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ നിങ്ങളുടെ വീട്ടിലുള്ളവരും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഈ വ്യക്തി ഇങ്ങനെ പെരുമാറുന്നുണ്ടെങ്കിൽ എന്തോ സ്ഥിതികൾ മുന്നേ തന്നെ ക്രിയേറ്റ് ആക്കി വെച്ച് നിങ്ങളോട് പെരുമാറുന്നത് പോലെയാണ് നമുക്ക് തോന്നുന്നതെന്ന് നിങ്ങളുടെ വീട്ടിലുള്ളവരും പറഞ്ഞു. കാരണം മെയിനായിട്ടും ഇവർ നിങ്ങളോട് വഴക്കിടുമ്പോൾ നിങ്ങൾ പ്രതികരിക്കുമ്പോൾ കുറച്ചും കൂടെ സ്ഥിതി വഷളാകും. കാരണം നിങ്ങളെ പ്രതികരിപ്പിക്കാൻ വേണ്ടിയാണ് ഇവർ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് ഓരോ സ്ഥിതികളും. അപ്പോൾ ഇനി അതെല്ലാം വിട്ട് കളഞ്ഞേക്കും. ഇനി ഈ വ്യക്തിയുടെ ഒരു പ്രവൃത്തിയും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുകയില്ല. നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ ഡീപ്പായിട്ടുള്ള കാര്യങ്ങളുണ്ടോ അതൊന്നും ഇനി ഇവർ അറിയത്തില്ല. ഇവിടെ ഒരു വ്യക്തി ഇവർക്ക് ഇതായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അത് നിങ്ങളെ അറിയാം, അവരെ അറിയാം. ഇവിടെ നിങ്ങൾ പറയുന്ന എന്താണോ അത് കേട്ട് അവരോട് പറയുന്ന രീതിയിൽ ഒരു വ്യക്തി ഉണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ എന്തായാലും ഈ വ്യക്തിയുടെ ഊർജത്തിൽ നിന്ന് നിങ്ങൾക്കൊരു മുക്തി ഉറപ്പായിട്ടും ഉണ്ടാകും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇവർ എത്ര തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് നടക്കുന്നു നോക്കിയാലും ഇവർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം ഈശോൻ്റെ പ്രൊട്ടക്ഷൻ നിങ്ങൾക്കുണ്ട്. അപ്പോൾ ഇതാണ് റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.